താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് ഹൈക്കോടതിയുടെ കൊടിയ പ്രഹരം. താൽക്കാലിക VCമാരെ നിയമിക്കേണ്ടത് സർക്കാർ പാനലിൽ നിന്ന് വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച താൽക്കാലിക VCമാരെ നിലനിർത്താൻ രാജേന്ദ്ര ആർലേക്കർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സ്ഥിരം VCമാരെ ഉടൻ നിയമിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതോടെ KTU VC ശിവപ്രസാദിനും ഡിജിറ്റൽ VC സിസി തോമസിനും പുറത്തു പോകേണ്ടി വരും. ഷബ്ന സിയാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രണ്ട് താൽക്കാലിക VCമാരെ ഗവർണർ നിയമിച്ചത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരാണ് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് ഗവർണറുടെ നടപടി ഏകപക്ഷീയമാണെന്നും താൽക്കാലിക VCമാരെ സർവകലാശാലയിൽ നിയമിക്കുമ്പോൾ സർക്കാരിൻ്റെ പട്ടിക കൂടി പരിഗണിക്കണം എന്നുമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് നിയമനം നടത്തിയതെങ്കിലും ഇതിനെതിരെ അപ്പീൽ സമർപ്പിച്ചത് പുതിയ ഗവർണറായിരുന്നു. അപ്പീലിൽ ഗവർണർ ആവശ്യപ്പെട്ടത് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് റദ്ദാക്കണം എന്നായിരുന്നു. താൽക്കാലിക VCമാരെ നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ച് ഇന്ന് വിധി പറഞ്ഞപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിൽ അപാകതയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയതുപോലെ താൽക്കാലിക VCമാരെ നിയമിക്കണമെങ്കിൽ സർക്കാർ നൽകുന്ന പട്ടിക തന്നെ വേണം. സർക്കാരിൻ്റെ പട്ടികയിൽ നിന്നല്ലാതെ ഗവർണർ ഏകപക്ഷീയമായി നിയമനം നടത്തരുത് എന്ന് ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കി. ഇതോടുകൂടി KTU അതുപോലെ ഡിജിറ്റൽ സർവകലാശാലയിലെ 2 VCമാരും സ്ഥാനമൊഴിയേണ്ടി വരും. എത്രയും വേഗം സ്ഥിരം VCമാരെ നിയമിക്കണമെന്നുമാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശം. ഇതോടെ ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്.